റൂൾസ് ബ്രേക്ക് ചെയ്യാനുള്ളതാണ്. ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും അറിയാം, ഓർക്കിഡ് വാങ്ങിക്കുന്നത് മുതൽ വളർത്തി വലുതാക്കി ഫ്ലവർ ചെയ്യുന്നത് വരെ, ഫ്ലവർ ചെയ്തതിന് ശേഷം പിന്നീട് വാട്ടറിങ്ങിൽ, ഫെർട്ടിലൈസർ ചെയ്യുന്നതിൽ എല്ലാത്തിനും കുറേ റൂൾസ് ഉണ്ട്. ഈ റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുക തന്നെ വേണം കേട്ടോ. ഈ റൂൾസ് എന്ന് വെച്ചാൽ നമ്മളെ പ്ലാന്റ് ഹെൽത്തി ആയി കിട്ടുന്നതിനും നന്നായി വളർന്ന് കിട്ടുന്നതിനും നല്ല ഫ്ലവറിങ് ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടി ഉപകരിക്കുന്ന റൂൾസുകളാണ് ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുക തന്നെ വേണം. പക്ഷെ ഇതിൽ ഒരു 5 റൂൾസ് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ റൂൾസ് എന്നറിയാനും എന്തുകൊണ്ടാണ് ഞാൻ ആ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് എന്നറിയാനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് രാവിലെ മാത്രമേ നനക്കാവൂ എന്നുള്ളൊരു റൂളുണ്ട്. ഈ റൂള് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ രാവിലെ മാത്രമേ നനക്കാവൂ എന്നുള്ള റൂള് ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ ഗാർഡനേഴ്സിന് വേണ്ടിയല്ല കേട്ടോ, വീടുകളിലുള്ളവർക്ക് വേണ്ടിയാണ്. നമുക്ക് അറിയാലോ, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരുന്നെന്ന് വരില്ല. ചിലപ്പോൾ നമുക്ക് രാവിലെ നനക്കാൻ പറ്റിയില്ല എന്ന് വരും. ചിലപ്പോൾ ജോലിയുള്ളവർക്കോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഒന്ന് നമുക്ക് മാറി നിൽക്കേണ്ടതായ അവസരങ്ങൾ വരാം. അങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ പ്ലാന്റ് ഒന്ന് ക്ഷീണിച്ചിരിക്കുവാണ്, തളർന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുവാണ്, അയ്യോ ഇപ്പൊ വൈകുന്നേരം ആയാലോ, നാളെ രാവിലെ നനക്കാം എന്ന് നമ്മൾ വെക്കുമല്ലോ. അങ്ങനെ വെക്കുവോ? നമ്മൾ വെക്കാൻ പാടില്ല. അതായത് നമ്മുടെ പ്ലാന്റിന് നമുക്ക് ലീഫിൽ വേണ്ട, മീഡിയയിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ മീഡിയയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് എടുത്തോളും. ക്ഷീണിച്ച് നിൽക്കുവാണല്ലോ, അപ്പൊ അങ്ങനെ നമ്മൾ തളിച്ചു കൊടുത്തോന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മീഡിയനിൽ ചീയൽ അസുഖമോ ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ലീഫിലല്ല മീഡിയയിലാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. മീഡിയയിൽ നമുക്ക് വൈകുന്നേരം ഉണങ്ങി നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നനക്കുമ്പോൾ ഒരു റൂളുണ്ട്. അതായത് ഫ്ലവറിലും ലീഫിലൊക്കെ വെള്ളം വീഴാതെ സൂക്ഷിക്കണം. ഓക്കെ, അതൊരു റൂളാണ്. അത് ശരിയാണ്. അത് നമ്മൾ ഫ്ലവറിൽ വെള്ളം വീഴുവാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിന്റെ ആയുസ് കുറയും, അത് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോവും. ലീഫിലാണെന്നുണ്ടെങ്കിൽ വെള്ളം നനക്കുമ്പോൾ കൂടുതൽ അത് കാണിക്കുന്നത് ക്രൗൺ പോർഷനിൽ വെള്ളം വീഴുവാണെന്നുണ്ടെങ്കിൽ ചീയൽ രോഗം ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഞാൻ ഈ 2ാമത്തെ റൂള് ബ്രേക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന്റെ ലീവ്സ് ബ്രീത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഈ കാരണം കൊണ്ടാണ് ഞാൻ 2ാമത്തെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത്. ലീഫിൽ വെള്ളം തളിക്കരുതെന്ന് കൂടുതലായിട്ട് പറയുന്നത് ഫെലനോപ്സിസിനാണ് കൂടുതൽ ആ നിയമം ബാധകമായിട്ടുള്ളത്. ഡെൻഡ്രോബിയത്തിൽ അത്രയില്ല, കുഴപ്പമില്ല. പക്ഷേ ഫെലനോപ്സിസിൽ ഞാൻ പറയുന്നത് ഈ റൂൾ ഞാൻ ബ്രേക്ക് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലീഫ് ബ്രീത് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്താണ് നമ്മുടെ പ്ലാന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം പൊടി ഉണ്ടാകാൻ സാധ്യത, പൊടി പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നനച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും ഇതിന്റെ അടിയിലൊക്കെ ആയിട്ട് പൊടികളുണ്ടാവും. നമ്മളിതൊന്ന് എല്ലാ ദിവസവും നനക്കാൻ പറയില്ല, നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഈ ലീഫൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് ഈ വശത്തും അടിയിലൊക്കെ ആയിട്ടുള്ള പൊടികളൊന്ന് കഴുകി കളയുക. നല്ല വെയിലുള്ള സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് കൂടുതൽ ബ്രീത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. ഡെൻഡ്രോബിയ ആണെങ്കിൽ പോലും നന്നായിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ പൊടിപടലങ്ങളൊക്കെ, ഇലയിലുള്ള പൊടിപടലങ്ങളൊക്കെ മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബ്രീത് ചെയ്യും. അതിനാവശ്യമായ എല്ലാ വൈറ്റമിൻസൊക്കെ അത് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. 3ാമതായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് മീഡിയൻ, അതായത് പുതിയ മീഡിയൻ ആണെങ്കിൽ നമ്മൾ അതൊന്ന് വെള്ളം എന്ന് വെച്ചാൽ സാഫ് വെള്ളത്തിൽ, എല്ലാവരും അതാ ചെയ്യുന്നത്, സാഫ് വെള്ളത്തിലിട്ട് എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. പക്ഷേ ഈ റൂള് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്.
നമ്മൾ പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ മീഡിയം സാഫ് വെള്ളത്തിൽ ഇട്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മീഡിയൻ, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ പോകാനായിട്ട് നല്ലതാണ്. സാഫിലൊക്കെ ഇട്ടെടുക്കുന്നത് നല്ല കാര്യമാണേ. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ആ വെള്ളത്തോടെ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യരുത്. അതായത് അങ്ങനെ പറയാൻ കാര്യം, നമ്മുടെ പ്ലാന്റ് നമ്മൾ പോട്ടിൽ നിന്നൊക്കെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ വേരൊക്കെ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വേരുകളിൽ വൂണ്ടുണ്ടാവും, അതായത് മുറിവുകൾ ഉണ്ടാവും. അപ്പോൾ ആ മുറിവിൽ വെച്ച് തന്നെ നമ്മൾ ഈ നനഞ്ഞ മീഡിയം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീയൽ രോഗം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടും ഒന്നും കൂടി ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ മീഡിയൻസ് വെള്ളത്തിലിട്ടെടുത്ത് സാഫ് വെള്ളത്തിലിട്ട് എടുക്കുക. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യുക, നമ്മൾ അതൊന്ന് വെയിലത്തിട്ട് ഉണക്കി ഡ്രൈ ആക്കിയ ശേഷം മാത്രം നമ്മുടെ പ്ലാന്റിൽ റീപോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതായത് നനഞ്ഞ മീഡിയൻ നമ്മൾ റീപോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ അതിന് പിന്നീട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ശേഷവും നമ്മുടെ മീഡിയൻ നനക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ആ വൂണ്ടൊന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടി 2 ദിവസം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നനഞ്ഞ മീഡിയൻ ഉപയോഗിക്കാതെ ഇരിക്കുക. ഫെർട്ടിലൈസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്ലാന്റ് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ മുമ്പായിട്ട് നനക്കുക എന്ന് പറയുന്നുണ്ട്. 4ാമത്തെ ഈ റൂള് ഞാൻ ബ്രേക്ക് ചെയ്യുക. ഉണങ്ങി നിൽക്കുന്ന വേരിലേക്ക് നമ്മൾ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ആ വളം വലിച്ചെടുക്കുകയും പ്ലാന്റിൽ പെട്ടെന്ന് അത് എഫക്റ്റീവ് ആവുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഫെർട്ടിലൈസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നനക്കുക എന്ന് പറയാറുണ്ട്. ഞാൻ ഈ റൂള് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് അതായത് ഉണങ്ങി നിൽക്കുന്ന റൂട്ടിലേക്ക് നമ്മൾ പ്ലാന്റിൽ വെള്ളം ഒഴിച്ച് ആ റൂട്ടിലോട്ട് വെള്ളം നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സുഷിരങ്ങളിലൂടെ അത് വെള്ളമെല്ലാം വലിച്ചെടുത്ത് അത് നന്നായി നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. ആ സുഷിരങ്ങളെല്ലാം അടഞ്ഞു പോകും. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ വേര് വീർത്ത് വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞ് വീർത്ത് എല്ലാം നല്ല നിറഞ്ഞു നിൽക്കുന്ന ആ അവസരങ്ങളിലേക്ക് നമ്മൾ ആ അവസ്ഥയിലായിട്ട് നമ്മൾ ഫെർട്ടിലൈസറും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സുഷിരങ്ങളിലൂടെ പ്ലാന്റിന് വേരിന് നമ്മുടെ ഫെർട്ടിലൈസർ വലിച്ചെടുക്കാനായിട്ട് ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളം വെറുതെ വേസ്റ്റായി പോവുകയേ ചെയ്യാറുള്ളൂ. പക്ഷെ ഉണങ്ങി നിൽക്കുന്ന വേരിലേക്കാണ് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് വലിച്ചെടുത്ത് നമ്മുടെ പ്ലാന്റിന് പെട്ടെന്ന് എഫക്റ്റീവ് ആവുകയും ചെയ്യും. പക്ഷെ നിങ്ങളപ്പോൾ വിചാരിക്കും ഇങ്ങനെ ചെയ്താൽ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിലും ഇങ്ങനെ ചെയ്യാട്ടോ, ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റിന് വല്ല ഡാമേജ് ആവുകയോ ചെയ്യാം, അതായത് വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നു ഇല്ല, ഉണ്ടാകാൻ ഇല്ലല്ല. ഒന്നൊന്ന് നമ്മൾ കെമിക്കൽ വെള്ളം ലിക്വിഡ് ഫോമിലാണ് നമ്മൾ പ്ലാന്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പ്ലാന്റിലിട്ട് പെട്ടെന്ന് എഫക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഉണങ്ങി നിൽക്കുന്ന വേര് പെട്ടെന്ന് നമ്മുടെ ഫെർട്ടിലൈസർ വലിച്ചെടുക്കും. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ലിക്വിഡ് ഫോമിൽ നമ്മൾ പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൂടെ ഫെർട്ടിലൈസർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആകില്ല എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. ഉണങ്ങിയ വേരിലേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ സ്കോപ്പ് അളവായിരിക്കും നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഡയറക്റ്റായിട്ട് നമ്മൾ ഉണങ്ങിയ വേരിലോട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ സ്കോപ്പ് നിറച്ച് ഫെർട്ടിലൈസർ എടുക്കരുത്. ഒന്നെങ്കിൽ 1/4 ഭാഗം ഇല്ലെങ്കിൽ പകുതിയോളം എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡയറക്റ്റായിട്ട് വേരുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചെടുക്കുക. ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. 5ാമത്തെ പറയാൻ പോണതിന് മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക,
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കാണും, അതിലൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിലും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നുപോയുള്ളവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ഈ ഓർക്കിഡ് വളർത്തുന്നവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അഞ്ചാമത്തതും അവസാനത്തതുമായ കാര്യം ഞാൻ പറയാൻ പോവുകയാണ്, ക്ലൈമറ്റ് ചേഞ്ചസ്. ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്നതനുസരിച്ച് നമുക്ക് പല മാറ്റങ്ങൾ നമ്മുടെ പ്ലാന്റിൽ വരുത്തേണ്ടതായിട്ട് വരും. ഫെർട്ടിലൈസർ ചെയ്യുമ്പോൾ, അതായത് പറയാറുണ്ട് ചൂട് കാലത്ത് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്ന് മാറ്റി നിർത്തുക എന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ മഴയുള്ള സമയത്ത് പറയും ഓർഗാനിക് ഫെർട്ടിലൈസർ അത് മാറ്റി തന്നെ വെക്കണം കേട്ടോ. ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ മഴ സമയത്താണെങ്കിൽ പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ്, അപ്പോൾ നമ്മൾ അത് മാറ്റുക, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക എന്ന് പറയും. പക്ഷെ ഞാൻ ഈ റൂള് ബ്രേക്ക് ചെയ്യുക. ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ പ്ലാന്റിന് ഫെർട്ടിലൈസേഴ്സും മാറ്റി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറയാറുണ്ട്. അതായത് മഴ സമയത്ത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മാറ്റി നിർത്തുക എന്ന് പറയാറുണ്ട്. ഓക്കെ, അത് ശരിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലുള്ള ചീയൽ രോഗങ്ങൾ, അങ്ങനെയുള്ള പല അസുഖങ്ങളും നമ്മുടെ പ്ലാന്റിന് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ചൂട് സമയത്ത് നമ്മൾ ഓർഗാനിക് വളങ്ങൾ ഉപയോഗിക്കുക, കെമിക്കൽ വളങ്ങൾ മാറ്റി നിർത്തുക എന്ന് പറയാറുണ്ട്. അതായത് കെമിക്കൽ വളത്തിന് ചൂട് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മളത് മാറ്റി വെക്കാൻ പറയുന്നത്. പക്ഷേ ഈ റൂളാണ് ഞാൻ അഞ്ചാമതായിട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. റെഗുലറായിട്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മുടെ പ്ലാന്റിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ കാലാവസ്ഥ മാറ്റം വന്നാലും നമ്മൾ അത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണമെന്ന് പറയുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ അത് സ്ലോ ആയിട്ട് എഫക്റ്റീവ് ആവുന്ന ഫെർട്ടിലൈസറാണ്. കെമിക്കൽ ഫെർട്ടിലൈസർ അങ്ങനെയല്ല, പെട്ടെന്ന് നമുക്ക് ഗ്രോത്തും പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതായത് ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാകും. അപ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ സ്ഥിരമായിട്ട് ചെയ്യുന്നവർ അത് മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ ഗ്രോത്ത് കുറയാനും ഫ്ലവറൊക്കെ വരുന്നത്, അതായത് ഫ്ലവർ സ്പൈക്കിൽ ഫ്ലവറിൻ്റെ എണ്ണമൊക്കെ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാറ്റി ഉപയോഗിക്കുമ്പോൾ ഫ്ലവറൊക്കെ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 5 റൂൾസാണ് ഞാൻ ബ്രേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയില്ല, എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും അറിയാവുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ടോ അങ്ങനെ എന്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തിരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്താമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുവാണേ. ഓക്കെ, താങ്ക് യു.